എല്ലാരും വളം പഴംപൊരി ഇപ്പൊ പോയെല്ലാം കൂടെ. ഇപ്പൊ ഇവളെ വണ്ടി ഇടിച്ച് അവിടെ കിടന്നേനെ. വളം ഇവള് കൊണ്ടുപോയി ഗായ്സ്. വേണ്ടേ തിരിഞ്ഞു കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്ന് എന്താണ് ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് ഗായ്സ്. ഉടുപ്പ് വലുതായതാണ് ഞാൻ ചെറുതായെന്ന് അറിയാൻ വയ്യ. എന്ത് പറ്റി? തന്നെ എടിയോ ബേക്കിലത്തെ ആ സാധനം എടുത്തങ്ങ് ഡിക്കിയിലിടുവോ ഒത്തിരി, അല്ലെങ്കിൽ സഫാക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടും. അപ്പൊ ഗായ്സ് നമുക്ക് പോവാം. ആരാ ഇത്? ഗായ്സ്, നമുക്കിനി സഫാനെ എടുക്കാൻ പോണം. പിങ്കിന് 200 GB. പറ ഗായ്സ്, നമ്മൾ സഫാനെ എടുക്കാൻ പോണം ഗായ്സ്. ക്യൂട്ടിനെസ് ഇരിക്കട്ടെ, നമ്മളിട്ട ക്യൂട്ടിനെസ് ആവൂലേ? നീ ഇടുമ്പോ പിന്നെ ഗായ്സ് നല്ല മഴയുണ്ട്. നല്ല മഴ, അത്ര വലിയ മഴയൊന്നുമില്ല ഗായ്സ്, ഇത്രയേ ഉള്ളൂ. മഴയുണ്ട്, നിങ്ങൾ നോക്കൂ ഗായ്സ്. പൊട്ടക്കണ്ണിയാണ്, മഴയുണ്ട്, നല്ല സൂപ്പർ മഴയാണ് ഗായ്സ്. ഇത് ഓർമ്മയുണ്ടോ? ഗായ്സ് അത് പോണില്ല ഗായ്സ്. ഞാൻ എത്ര പിങ്കിനെ കൊണ്ടുവന്നിട്ട് വേണം ഇത് കഴുകി ഇറക്കാൻ. അവളാണ് ഇതിനെല്ലാം കാരണം. അത് പോണില്ല. പിന്നെ തലയും വാലും ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് ആദരാഞ്ജലി. ഗായ്സ് നോക്കിയാണ് ഗായ്സ് പട്ടികൾ നിൽക്കുന്ന. പട്ടികൾക്ക് ഭയങ്കര അഹങ്കാരം ഗായ്സ്, ഒരു വിധത്തിൽ മാറത്തില്ല. ചുമടുതാകി ജംഗ്ഷനിൽ നിർത്തണേ. അത് അകത്തോട്ട് കയറി പോണോ അറിയത്തില്ല, നോക്കണം. അവളെ എവിടെ നിക്കുന്ന അറിയാം. മഴ പെയ്യുന്നല്ലേ. നോക്കാം. പട്ടി കൊണ്ടാ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടോ? പട്ടി മാറത്തില്ല. വലിയ ഓടായിട്ട് കുഴപ്പമില്ല, പട്ടി മാറി ഗൈസ്. ഇനി നമ്മൾ 2 പേരെയും കൂടെ എടുക്കാനുണ്ട്. 2 പേരെയും കൂടെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകും. പയ്യെ പോണേ, സൈഡ് ആൾക്കാർ. പയ്യെ പോവാൻ പറഞ്ഞപ്പോ തറച്ചാ പോയ വഴിയല്ലേ അല്ലേ? അല്ല നിനക്ക് തെറ്റിപ്പോയി. അല്ല തെറ്റി. ഇത് ഏത് വഴിയെന്നറിയാവോ? ഏത് വഴി? ഏത് എമി? നിന്റെ ഉടുപ്പിന്റെ ഒറ്റ കൈ എവിടെ പോയി? ഒറ്റ കൈ ഇല്ലല്ലേ? അപ്പുറത്തെ കൈ നോക്കട്ടെ. ആ കൈ എന്ത് ഇപ്പുറത്ത് വരാത്ത? ട്രെൻഡാണ്. ട്രെൻഡാണ്. തലേന്ന് ചോദിച്ചു വാങ്ങിച്ചുകൂടായിരുന്ന നിനക്ക്? ഞാൻ എമിയാണ്, എനിക്ക് ഒറ്റ കൈ തരാൻ പറഞ്ഞുകൂടായിരുന്ന? നിസ്താക്ക് ഒന്നും അറിഞ്ഞൂടെ, എന്റെ എമിക്ക് എല്ലാം അറിയാവൂ. നമുക്ക് കടക്കാനോട് അടി കൂടണോ ഒറ്റ കൈക്ക് വേണ്ടി? ഒറ്റ കൈ വേണോ? അപ്പൊ പോവാം. അപ്പൊ ഏത് കടയിൽ നിന്നിട്ട് ഉടുപ്പെടുത്താ? നമുക്ക് ഇന്ന് പോയാലാ എമി? ഇന്ന് പോയാലോ? നിനക്കൊന്നും ആണോ എന്തോ? നിനക്ക് ചെറുക്കിലാണ് എന്നെ കാണാൻ വന്ന എമി. ഒളിച്ചിരിക്കുന്നു ഗായ്സ്. സഫാനെ പോലെയൊന്നുമില്ല, എന്റെ കൊച്ചു ബ്ലോഗിൽ വരും. പക്ഷെ ബ്ലോഗിൽ വരും. ഇല്ല, മാറ്റൂല. നീയാണ് ഇന്ന് ഫുള്ള് വ്ലോഗില്. നീ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്നേ? കാണിച്ചു കൊടുക്കുവോ നീ വ്ലോഗിൽ വന്നത്? ഫാത്തിമയുടെ സബ്സ്ക്രൈബറിന് ഹായ് ഗായ്സ് എന്ന് പറ. ഹായ് ഗായ്സ് പറ പ്ലീസ്. എമിക്കാണ് കൂടുതലും എന്തോന്ന് ആരാധകര്, ഫാൻസ് ചോദിക്കാറുണ്ട് എമ്മിയുടെ കാര്യങ്ങൾ. ഹായ് ഗായ്സ് എന്ന് പറ. ഹലോ ഗായ്സ്, സുഖാണോ നോക്കി. ഗായ്സ് സുഖാണോ നോക്കി. എമിക്ക് ഭയങ്കര നാണം ഗായ്സ്. അയ്യോ പേടിപ്പിക്കോ നീ എന്നെയും കൂടാ. സഫ അവിടുന്ന് മതിയാക്കടി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അതുകൊണ്ട് മതിയാക്കണില്ല ഗായ്സ്. അയ്യോ എമ്മിയുടെ കൂട്ടിനെസ്. പ്ലേ ക്ലാസ് ഒന്നും അല്ല. നമുക്ക് ഷെൽഫി എടുക്കണ്ടേ? ഷെൽഫി
അതെന്റെ വളയല്ലേ ഗൈസ്, എന്റെ വള ഊരിയെടുത്ത് ഗൈസ്, എന്റെ വള ഇവള് കൊണ്ടുപോയി ഗൈസ്. ഇല്ല, നീ എന്റെ കട്ടെടുത്തതാണ്. ഇഷ്ടപ്പെട്ടാ വള? ഇഷ്ടപ്പെട്ടാ? നല്ല രസമുണ്ടാ? കിളിക്കാൻ കൊള്ളാവോ? ഞാൻ ആര്? നീ എന്റെ മടി ഇരിക്കുന്നല്ലേ, ഞാൻ ആരെന്നറിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്ന ആര്? മറന്നുപോയോ? അത് നീ കള്ളത്തരം പറയണേ അല്ലേ, മറന്നുപോയെന്ന്. ഗൈസ് എന്നെ അറിയും ഗൈസ്, കള്ളി പെണ്ണാണിത്. ഈ കണ്ണാടി വെച്ചേരട്ടാ നിനക്ക്. എവിടെ കണ്ണാടി? വരണില്ലല്ലോ. വേണോ? ഒരു പൊട്ടൻ ലുക്ക് വരും. ആ അത് തന്നെ, അതെടുത്തോ. വെച്ച് 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 ഒരു വെച്ച് നോക്കട്ടെ. വെക്കണേ. യോയോ വെച്ചാണ്. യോയോ യോയോ. എന്തിഷ്ടപ്പെട്ടില്ലേ? എന്തൊരു ചിരി. പിങ്കി ചാക്കിറെത്തി വ്ലോഗ് എടുക്കുന്ന. നീ പിങ്കിയടുത്ത് മിണ്ടൂല്ലെന്ന് പറ. പിങ്കിയടുത്ത് മിണ്ടൂല്ലെന്ന് പറ. തിരിഞ്ഞു വരുന്ന കളഞ്ഞ് ഗായ്സ്. വാവാണ് ഗായ്സ്. അപ്പൊ വാവായതുകൊണ്ട് എല്ലായിടത്തും പോലീസുകാരാണ്. ഗായ്സ് ഞങ്ങൾ തീരദേശം വഴി പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ കടൽ? ഇല്ലില്ല എമി, എമി ഇതെന്തിനാ ചീപ്പ് വെച്ചോണ്ടിരിക്കുന്ന? എന്തിനാ? അയ്യോ ഇപ്പൊ ആർക്ക് അവരൊന്ന് കാണിച്ചു കൊടുക്കാൻ? എമി ആർക്ക് അവരൊന്ന് കാണിച്ചു കൊടുക്കാൻ? കണ്ണാടി വെക്കുന്നോ? എമി കാഴ്ചകളെല്ലാം കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. ദാ നിങ്ങളുടെ വ്ളോഗർ ഇവിടെ ഇരിപ്പുണ്ട്, പേടിക്കണ്ട. ഇതാര് മൂടി പൊതിഞ്ഞിരിക്കുന്ന? സഫ അമ്മായി. സഫ തിരിച്ചു വരുമ്പം അലന്റെ പറഞ്ഞേക്കുന്നത്, എടാ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് അല്ലായിരിക്കാൻ പറ. അലാ മീൻ കാണുന്നെങ്കിൽ മീൻ നിർത്തണേ. അടിപൊളിയാണ് ഇവിടെ കാണാൻ. അലായിട്ട് വണ്ടി നിർത്തണേ. മീൻ കാണുകയാണെങ്കിൽ തുണ്ടം മീനെ തിന്നു. ചെറിയ മീനെല്ലാം തിന്നു സഫ മടുത്തു. നീ വാള, വേള, ചൂര, അയല ചെറുതല്ലേടി, വലിയ തുണ്ട മീനാണ് തിന്നുന്നത്. തിമിംഗലം പിന്നെന്തിനു വേണം? തിമിംഗലം തിന്നാൻ മോഹിച്ച സഫാസനം. നീ നിന്റെ ഉമ്മയാണ് ട്രോളെന്ന് നീ വല്ല അറിയുന്നുണ്ടോ? എമി അവള് ഭയങ്കര പറയണത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെല്ലാരും പാവം. അവളെ ഉമ്മ. എമി നിന്റെ ഉമ്മ പാവോ ഭയങ്കരയോ? പിങ്കി പാവാണോ? ഫാത്തിമ പാവാണോ? വാവ പാവാണോ? അലമാമനോ? ഇറക്കി വിട. അവനാണ് വണ്ടി ഓട്ടിക്കുന്ന. അതുകൊണ്ട് സോപ്പിട്. അലമാമൻ പാവം. ആ അലമാമൻ കശത്ത് വെച്ച് ഇറുക്കി എടുക്കും. നിങ്ങ വെളിയെത്തി ഇവിടെ എല്ലാരും ഡ്രൈവേഴ്സ് അവിടെ ഇറക്കിയിട്ട് പാസഞ്ചേഴ്സിന് ഡ്രൈവർ അവിടെയാണ് ഇറങ്ങുന്നത്. ഇവളാണ് ഗൈസ് വഴി തെറ്റിച്ചത്. അല്ല ഞാൻ കറക്റ്റ് വഴി പറഞ്ഞു കൊടുത്തു. അപ്പൊ അലം പറഞ്ഞ ആ വരിയല്ല ഈ വരിയാണ്. ഇവിടെ ഫുൾ ഇതാണ്ട ചെളിയാണ്. നമ്മൾ സൂക്ഷിച്ചേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ കുന്തി നടക്കുന്നത്. അപ്പൊ നമ്മൾ പിങ്കി നടക്കുന്നത് കണ്ട പൊക്കിയാണ് നടക്കുന്നത്. പിങ്കിനെ ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്കൊരു എന്ത് പറയണ, ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് കയറി പോണ പെണ്ണിനെ പോലെ ഇല്ലേ ഗൈസ്? പുതിയ ചെരുപ്പാ പിങ്കി ചാക്കർ. പുതിയ ചെരുപ്പ് കൊള്ളാം. ഇപ്പം പോയേനെല്ലാം കൂടെ ഗൈസ്. ഇപ്പൊ ഇവളെ വണ്ടി ഇടിച്ച് അവിടെ കിടന്നേനെ. സഫായും എമി ഉറങ്ങിപ്പോയി ഗൈസ്. എമി ഉറങ്ങിയിട്ട് ഇപ്പം സഫാടെ തോളിൽ റെസ്റ്റ് എടുക്കുകയാണ്. കഴിഞ്ഞില്ലേ മിസ്റ്റർ? ഇതൊന്നും ഇങ്ങനെ എവിടെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നടക്കാം. ഭയങ്കര വണ്ടിയാണ് ഗൈസ് ഇവിടെ.
എനിക്കറിയത്തില്ല. ബ്ലോക്കായി ഗൈസ്. നമ്മളെ ക്യാബിൽ നിന്ന് ഒരു വിവാഹത്തിന് പോയ വഴി, നമ്മളെ ക്യാബ് ഒരു വിവാഹത്തിന് പോയ ഒരു കല്യാണത്തിന് പോയ കഥ. ഒന്നുമില്ല. പിങ്കി നീ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന സ്റ്റൈൽ കണ്ടിട്ട് നോക്കണം. ആടിച്ചോറി കാണുന്നില്ല. ഭയങ്കര ഇടയിലായിപ്പോയി അലം കൊണ്ട് നിർത്തിയത്. അല്ല നമ്മള് മനപ്പൂർവ്വം കൊണ്ട് നിർത്തിയതാണ് ഗൈസ്. അതാണ് ആഡിറ്റോറിയം. ഗൈസ് ഐസ്ക്രീം ഉണ്ട് ഗൈസ്, നമുക്ക് കേറാം. ഷിഫാനയുടെ കല്യാണത്തിൽ വടയുണ്ട്. വട എവിടാ? ആ വട, എത്രയും വടയുണ്ട്. എല്ലാരും വട. പഴംപൊരി അപ്പൊ എനിക്ക് വേണ്ടേ? അകത്തോട്ട് പോയിട്ട് ഇവിടെ മഴയടി കൊച്ചുതാണ്ട് മഴ പെയ്യും. നമ്മൾ പിങ്കി ഇവിടെ ഡയറ്റ് ആണ്, അതുകൊണ്ട് പഴംപൊരി തിന്നുന്നില്ല. അതാണ് സത്യം. ഇവിടെ നിങ്ങൾ ഭയങ്കര ശബ്ദമാണ്. അപ്പൊ ശബ്ദം ഒന്നും ഉള്ളതുകൊണ്ട് ഷിഫാൻ ഇതുവരെ വന്നു. ആസിയുടെ കല്യാണത്തിന്റെ നല്ലതായിരുന്നു ഇത്. ഞങ്ങൾക്ക് ഇവരെ തിന്നതായി. സ്റ്റേജ് നമ്മള് ഷിഫാനയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സ്റ്റേജ് എടുക്കാൻ കൊള്ളാല്ലേ സ്റ്റേജ്. ഇങ്ങോട്ട് വരുമോ? കൊള്ളാല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഞാൻ ബബിൾക്കം താഴെ ഇട്ട് ഗൈസ്. ഇതാണ് പെട്ടി സർക്കിൾ. ഇതിൽ നല്ലതുപോലെ കാണാടി ഷിഫാനാ. ഐസ്ക്രീം തിന്നെയാണോ? ഹലോ, ഐസ്ക്രീം ആര് വാങ്ങി തന്നത്? ഞാനാണേ. ഇവിടെ ഫുള്ള തിരക്കാണ്. പിങ്കി നമ്മളിങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും. ആര് വാങ്ങിച്ചോണ്ട് തന്ന ഇത്രയും കഷ്ടപ്പെട്ട്? ആര്? അപ്പൊ എനിക്കൊരെണ്ണെന്താ? താങ്ക് യു ഗൈസ്. ഞാനാണ് ഗൈസ് ഇതൊക്കെ കഷ്ടപ്പെട്ട് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത്. എന്തൊരു തിരക്കാണെന്നറിയോ? അവിടെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. തരണ്ടേ? എനിക്ക് വേണ്ടേ? തിരിഞ്ഞു എന്റെ താത്ത കൊടുക്കൂ. ആർക്കും കൊടുക്കട്ടെ. നമ്മൾ മാക്സിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ എമ്മി ഓടിക്കളിക്കുകയാണ്. ഹൈ ഹൈ എമി, അത് നീ എടുത്തോ. ആർക്കാ എടുക്കുന്നത്? ബാപ്പുവിന് എടുക്കുകയാണ് അവള്. ഇവിടെ ഓടിക്കളിച്ചവള് അവളെ വാപ്പാ കുടുപ്പ് നോക്കിയാണ് കൈ. തൊട്ടാ നീ ഇതിലേക്ക് ഇവിടെ തൊട്ട നിന്നെ അടിക്കും എല്ലാരും. ഗൈസ് പിങ്കിയുടെ ആഗ്രഹങ്ങൾ നമുക്ക് കേൾക്കാം ഗൈസ്. ഗൈസ് എന്നെ ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെയായിരിക്കും വരുന്നത്. അലനാണ് ചെറുക്കൻ. അതൊന്നുമല്ല. ആ വേട്ടാവളിയിലേക്ക് എനിക്ക് വേഗാവട്ടെ. ഫോട്ടോ എടുത്തില്ലേ? നീ പോയി നമ്മൾ മാത്രം എടുത്ത് താഴെ എടുക്കാം. മിറർ സെൽഫി എടുക്കണ്ടേ? നമുക്ക് 5 പേർ കൂടാ. കഴിഞ്ഞ കൊച്ചെവിടെ? അവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കുന്നു. മിറർ സെൽഫി എടുക്കാം. ആജാക്ക് എടുത്ത്
രാജാക്ക് 2 എടുത്തു, പക്ഷെ രാജാക്ക് പറയില്ല. അങ്ങനെ നമ്മൾ എന്താണ് മാക്സിലൊക്കെ കേറി നമ്മൾ എടുത്തു, ഡ്രസ്സൊക്കെ എടുത്ത്, പാവ ഷെഫീക്കിനെടുത്ത്, ഞാൻ രാജാക്കെടുത്ത്. നമ്മളെ എമ്മി ഭയങ്കര കരച്ചിലായിരുന്നു, അവിടത്തെ ഒരു പാവ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എമ്മീനെ പറ്റിച്ചു ഗൈസ്. പറ്റിച്ചിട്ട് ഡിക്കിയിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എമ്മീനെ സന്തോഷിപ്പിച്ചിട്ട് കൊണ്ടുപോവേണം. പാവം വീട്ടിൽ ചെല്ലുമ്പം വീട്ടിൽ ചെല്ലുമ്പം എമ്മീനെ എന്തൊരു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. മിക്കവാറും സഫ എടുത്തിട്ട് അടിക്കുമായിരിക്കും എമ്മീനെ. അപ്പൊ അടിക്കല്ലേടി? അപ്പം കുഴപ്പമില്ല, അവളത് മറന്നു പോകും, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നല്ല മഴയുണ്ട് ഗൈസ്, എനിക്ക് ഗ്ലാസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല മഴയുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. നമ്മൾ ഷേക്ക് കുടിക്കാൻ പോകുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു, നമ്മൾ ഷേക്ക് കുടിക്കാൻ പോവുകയാണ്. പെട്രോൾ ഇനി അടിക്കണോ? എടാ പെണ്ണയില്ലേ? പിന്നെന്ത്? ഇല്ല, നമ്മളിനി വീട്ടിൽ തന്നെ പോണത്. എടാ AC ഇട്ടിട്ടുണ്ടാ? ഗ്ലാസ് അപ്പൊ അടച്ചോ? അതാണ് അപ്പൊ ഓഫ് ചെയ്യടാ. അത് RP മാള് അല്ലേ? നല്ല ക്ലൈമറ്റ് അല്ലേ? അടിപൊളി ക്ലൈമറ്റ് ആണ്. പിങ്കിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ പൈൻ തുറന്നിരിക്കുന്ന പിങ്കി ചാക്ക് ഗൈസ്. നമ്മൾ ഷേക്ക് കുടിക്കുന്നു, ഹോളിക്സ് കരിക്കിൻ ഷേക്ക്. സഫായും എമിയും വെറും കരിക്കിൻ ഷേക്ക്. അവിടെ നിന്ന് ഇതൊക്കെയാണ് പരിപാടി. പുഴയിൽ പോക്കുന്നാടി അവള്. പല അവിടെ നിന്ന് കുടിച്ചിട്ട് വരും. നമ്മൾ ഫുൾ കുളമായി. നമ്മൾ ഇനി മതിയാക്കിയാണ് വ്ളോഗ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.